ലിറ്റി ലോഗനസ് ലൈഫ് കോച്ച് ചിത്തല. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇത് 2-3 കൊണ്ട് നിർത്താം. പിന്നെ വിചാരിച്ചു എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് എന്തിനാണ് ഇത്ര പെട്ടെന്ന് നിർത്തുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥ അധിക നേരം നിലനിൽക്കില്ല അല്ലെ. നമ്മൾ പറയും ദിസ് ടൈം ടു പാസ്. ഈ അവസ്ഥ നിങ്ങൾ മറികടക്കും അല്ലേ. ഏതൊരു വസ്തുവിനും മാറ്റം അനിവാര്യമാണ്. നമ്മൾ പറയും മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണെന്ന്. ഒരിക്കൽ ഒരു രാജാവ് ഒരു ജ്ഞാനിയുടെ സഹായം തേടിച്ചെന്നു. ഞാൻ ഒട്ടും തന്നെ സന്തുഷ്ടനല്ല. രാജാവ് മനസ്സ് തുറന്നു. എൻ്റെ വികാരങ്ങൾ എന്നെ ഭ്രാന്തനാക്കുന്നു. ഒരു യുദ്ധം ജയിക്കുമ്പോൾ ഞാൻ വളരെയധികം ഉത്തേജിതനാകുന്നു. പക്ഷേ ഒരു തോൽവി എന്നെ വല്ലാതെ തളർത്തുന്നു. എൻ്റെ സന്തോഷവും ദുഃഖങ്ങളും തീർത്തും അസ്ഥിരമാണ്. എന്നെ സഹായിച്ചാലും. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം ജ്ഞാനി 3 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പരിഹാരം പറയാമെന്ന് പറയുന്നു. 3 ദിവസത്തിന് ശേഷം ചക്രവർത്തിക്കായി ഒരു പ്രത്യേകം പണിയിച്ച മോതിരവുമായി ജ്ഞാനി എത്തി. ഏതെങ്കിലും ഒരു വികാരത്തിന് അടിപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മോതിരത്തിൽ കൊത്തിയിരിക്കുന്ന വാചകം ഒന്ന് വായിക്കുവാൻ ഉപദേശിച്ച ശേഷം ജ്ഞാനി യാത്രയായി. രാജാവ് മോതിരത്തിൽ നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഈ അവസ്ഥ അധികം നിലനിൽക്കില്ല. നിങ്ങൾ അടുത്ത തവണ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കുക, ഈ അവസ്ഥ അധികം നിലനിൽക്കില്ല. ഇത്തരമൊരു കാഴ്ചപ്പാട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. ഒന്നും ശാശ്വതമല്ല എന്ന തിരിച്ചറിവ് അമിതമായ ആസക്തികളെയും വികാരങ്ങളെയും നിയന്ത്രിച്ച് ജീവിത വിജയം കൈവരിക്കാൻ പാതയൊരുക്കും. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യവും, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഡിസപ്പോയിൻമെൻ്റ് ആണെങ്കിലും ഒക്കെ അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുക, ഈ ഒരവസ്ഥ കടക്കും എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിജയത്തിലേക്ക് മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഡോണ്ട് ക്ലിങ് ടു മച്ച് ടു എനിത്തിങ്. എല്ലാത്തിനും ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഒരു സംഗതികൾ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു പരിധി വരെ കേട്ടോ. ഞാൻ ഒരു പരിധിയെന്നേ പറയത്തുള്ളൂ. അതർവൈസ് മറ്റേ ഒരു പകുതിയിലെല്ലാം വേണമെന്നും കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാം കടന്നു പോകുന്ന ഫിലോസഫിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ, യെറ്റ് നമുക്ക് സന്തോഷം വേണം, നമുക്ക് സമാധാനം വേണം എന്നുള്ളതൊക്കെ ഒരു കാര്യവും ആ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കുക. ദെൻ ഇറ്റ് വിൽ ബി സോ ഈസി. ഇഫ് ദർ ഇസ് എ പെയിൻഫുൾ സിറ്റുവേഷൻ, ഈ കാര്യങ്ങൾ കൂടുതൽ ഓർത്താൽ മതി, ഇതും കടന്നു പോകും. നമ്മൾ സന്തോഷിക്കാനാണെങ്കിൽ ഇറ്റ് ക്യാൻ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ നേരം അതിലേക്ക് നിൽക്കാം. എനിവേ, താങ്ക് യു സോ മച്ച്.